അവരുടെ ഫ്യൂച്ചറിലോട്ട് അവർക്ക് ജോലിക്ക് സാധ്യത ഉണ്ടാവുമോ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ. അതിൻ്റെ അകത്ത് 2 കുട്ടികൾ ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എനിക്ക് എഞ്ചിനീയറിംഗിൽ ജോലി കിട്ടിയ കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് കമൻറ്റിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ എന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഞാൻ പഠിച്ചത് വാർട്ടൻസ് ആണ്. അപ്പം അവരുടെ സർവീസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓർത്തു അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്താണ് ഈ വാർട്ടൻസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള കോഴ്സുകൾ അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മൊഡ്യൂൾ എന്ന് പറയും. PLC അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കറിയാം, ഓട്ടോമേഷൻ ഫീൽഡിൽ നമ്മൾ പല കമ്പനികളുടെ സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ ഞാൻ പഠിച്ച മൊഡ്യൂളിൽ വരുന്നത് സിമെൻസിൻ്റെ PLC ആൻഡ് സ്കാഡ, അതിൻ്റെ ഫുൾ ആപ്ലിക്കേഷൻ വിത്ത് ലൈവ് പ്രോജക്റ്റും, അതുപോലെ തന്നെ അവരുടെ ഒരു 1-to-1 സെക്ഷൻ ഫോർ CV ആൻഡ് ഇൻ്റർവ്യൂ, അങ്ങനെ ഒരു സെക്ഷനാണ് ഞാൻ എടുത്തത്. അപ്പം നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കും അവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്കൊരു 1-to-1 സെക്ഷൻ വെക്കും. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കോഴ്സുമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ഷോർട്ട് ടേം കോഴ്സിന് ബന്ധമുണ്ടോ, നമ്മൾ എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഇവരുടെ ഫുൾ സർവീസുകൾ, നമ്മുടെ ഫ്യൂച്ചറിലോട്ട് ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുമോ എന്നുള്ള രീതിയിൽ ഒരു ഇൻ്റർവ്യൂ പോലെ നമ്മളെ പറ്റിയിട്ട് മാക്സിമം അവർ കാര്യങ്ങൾ ശേഖരിക്കും. അതിനുശേഷം ഇത് നമുക്ക് അനുയോജ്യമാണെങ്കിൽ മാത്രമേ അവർ നമ്മളോട് പറയുള്ളൂ ഈ കോഴ്സ് എടുക്കാൻ. അതായത് എഞ്ചിനീയറിംഗിൽ തന്നെ ഇപ്പോൾ സിവിലൊക്കെ എടുത്തവർക്ക് ഈ PLCയുടെ കൊണ്ട് ആവശ്യമുണ്ടോ, അവരുടെ ഫ്യൂച്ചറിലോട്ട് അവർക്ക് ജോലിക്ക് സാധ്യത ഉണ്ടാവുമോ, അതെല്ലാം നോക്കിയിട്ട് നമുക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം നമ്മൾ അവരുമായിട്ട് ബാക്കിയുള്ള ഫ്യൂച്ചർ ഡീലിങ്സ് നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ അവർ തന്നെ നമ്മളോട് പറയും നമുക്ക് ഈ കോഴ്സ് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരം ഉണ്ടാവോ ഇല്ലയോ എന്ന്. നമുക്ക് അവരുമായിട്ടുള്ള 1-to-1 സെക്ഷൻ കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും മനസ്സിലാവും. ഇപ്പം ഓക്കെ ആണ്, നമുക്ക് ഫ്യൂച്ചറിലോട്ട് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഫീസൊക്കെ അടച്ചു കഴിയുമ്പോൾ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യിക്കും. ഇപ്പം നിങ്ങൾ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം നേരത്തെ തന്നെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. കാര്യം എത്രയും നേരത്തെ നമ്മൾ ഓരോ കോഴ്സ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ തീർത്തു വെക്കുന്നു, UK-യിലെ നമുക്ക് നമ്മുടെ സമയം തീരുന്നതിന് മുന്നേ, അതായത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, പക്ഷേ UK-യിൽ ഓരോ ദിവസം നമ്മൾ എണ്ണിയാണ് ഇരിക്കുന്നത്. ഇത്രയും ദിവസം കൂടെയാണ് നമുക്കിനി വിസ തീരാനുള്ളൂ. അപ്പം മാക്സിമം നേരത്തെ ഓരോരോ കാര്യങ്ങൾ തീർത്തു വെക്കുവാണെങ്കിൽ അത്രയും നേരത്തെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ്വെയർസും ഫയൽസും ഒക്കെ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും. മെയിൽ ത്രൂ ആയിരുന്നു എനിക്കൊക്കെ സെൻഡ് ചെയ്ത് തന്നത്. നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അതിന് മുന്നേ തന്നെ മാക്സിമം ഇതെല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അപ്പം ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് മാക്സിമം നമ്മൾ ആ കോഴ്സിലോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കാം. എൻ്റെയൊക്കെ കോഴ്സിൻ്റെ ടൈമിൽ ഞങ്ങൾ കുറച്ച് ഒരു ടീം ഉണ്ടായിരുന്നു, അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ. അതിൻ്റെ അകത്ത് 2 കുട്ടികൾ നീക്കി വെച്ചിട്ടാണോ എന്താണെന്നറിയില്ല, അവർ സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾഡ് അല്ലായിരുന്നു. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ഇൻ കേസും നമ്മളെ എടുക്കുന്ന ട്യൂട്ടർ നമ്മളോട് ഇരുന്നോളാൻ പറഞ്ഞാൽ തന്നെയും നമ്മൾ ഇൻ ബിറ്റ്വീൻ അവർ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം മാക്സിമം അവർ തരുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ഫയലെല്ലാം ഇൻസ്റ്റാളൊക്കെ ചെയ്ത് പ്രിപ്പയർ ആയിട്ടിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഓരോ ഡേറ്റിലും ഓരോ മൊഡ്യൂൾ അല്ലെങ്കിൽ ഓരോരോ സെക്ഷൻ ആയിരിക്കും അവർ ക്ലിയർ ചെയ്യുന്നത്. റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുക. 9 to 5 ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം നമുക്കിപ്പോൾ പാർട്ട് ടൈം ഒക്കെ പോകുന്നവരാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് തരും. നമ്മുടെ റിക്വയർമെൻറ്റ്സ് അവരോട് പറയുക അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷൻസ് അവരോട് പറയുക. അതിനനുസരിച്ച് അവർ മാക്സിമം നമ്മുടെ പറ്റുന്ന രീതിയിൽ പോസിബിൾ ആയിട്ടുള്ള ടൈമിങ് അലോ ചെയ്ത് തരുന്നതാണ്. നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ നമുക്കൊരു ലൈവായിട്ടൊരു പ്രോജക്റ്റ് നമുക്ക് അസൈൻ ചെയ്യും. അപ്പം നമ്മൾ ഈ 5 ദിവസം അല്ലെങ്കിൽ ഇത്രയും നാളുകൊണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും അത് നമ്മൾ എത്രയും സ്പീഡിൽ സബ്മിറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ CV പ്രിപ്പറേഷൻ ആൻഡ് ഇൻ്റർവ്യൂ ഗ്രൂമിംഗ് ആണ്. ആ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ CV നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ATS ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ ഒരു നോർമൽ CV നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവർ നമ്മളുമായിട്ടൊരു 1-to-1 മീറ്റിംഗ് ആണ് അറേഞ്ച് ചെയ്യുന്നത്.
അപ്പോൾ അവർ നമ്മളോട് എന്തൊക്കെയാണ് നമ്മുടെ സി വിയിലുള്ള പോരായ്മകൾ, എന്തൊക്കെയാണ് ഇനിയും നമ്മുടെ സി വിയിൽ ആഡ് ചെയ്യേണ്ടത്, എല്ലാത്തിനെയും പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് പറയും. വിത്ത് ഒരു സാമ്പിൾ സി വി, ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സി വി നമുക്കവർ അയച്ചു തരും എക്സാമ്പിളായിട്ട്. അപ്പോൾ ഈ സി വി വെച്ച് നമ്മളൊരു സി വി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവരോട് ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സി വി അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ബാക്കി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണ്. ഇതെന്ന് പറയുമ്പോൾ ഈ സി വി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് അവർ പറയും, അവർ മാക്സിമം കുറേ ലിങ്കുകൾ പല കമ്പനിയിലോട്ടുള്ള ഏകദേശം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ഇപ്പം ഓപ്പണിംഗ് ഉള്ള കമ്പനികളിലോട്ട് നമ്മുടെ സി വി അവർ സെൻഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കും കുറേ ലിങ്ക് അവർ സെൻഡ് ചെയ്ത് തരും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ സൈഡിൽ നിന്നും ഞാൻ മാക്സിമം അപ്ലൈ ചെയ്യാൻ നോക്കി, അവർ തരുന്ന ലിങ്കിൽ നിന്നും ഞാൻ അപ്ലൈ ചെയ്തു, അങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പം ലക്ലി ഇപ്പം നമുക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയി കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ അവർ അസൈൻ ചെയ്തു തരും. അതായത് എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ഏത് റോളിലോട്ടാണോ ഇൻ്റർവ്യൂ നമുക്ക് സെറ്റ് ആയിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ നമുക്കൊരു ഓറലി പറഞ്ഞു തരും. എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പഠിക്കേണ്ടത്, എങ്ങനെയായിരിക്കാം ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂവും കൂടെ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഈ മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമുക്ക് വരാൻ പോകുന്ന നമ്മുടെ റിയൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് ചോദിക്കാൻ പോകുന്നത്, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം, ഏതൊക്കെ പോർഷനിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം ഈ മോക്ക് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നമ്മൾ ഒരു ഓൾമോസ്റ്റ് നമ്മളൊരു കോൺഫിഡൻ്റ് ആയിരിക്കും ഒരു ഇൻ്റർവ്യൂ റിയലി അപ്പിയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു എൻ്റെ പ്രൊഫഷണൽ മൊഡ്യൂളിൽ വാട്ടൻസുമായിട്ട് എനിക്ക് കിട്ടിയ സർവീസുകൾ. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവർ 100% ഒന്നും ജോലി ഗ്യാരണ്ടി ചെയ്തല്ല നമ്മളെ കോഴ്സിലോട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇവരുടെ കോഴ്സ് എടുക്കുന്നതിലൂടെ. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ബേസിക് നോളേജ് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് തന്നെയാണ് തോന്നിയത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അവരുമായിട്ട് സംസാരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കംഫർട്ട് പോലെ കോഴ്സുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഇറ്റ്സ് ഭീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.